ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീണ്ടും ഒരു പോക്കോ X2ന്റെ 8 ട്രിക്സ് ആൻഡ് ടിപ്സും കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പോക്കോ X2 യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ടിപ്സുകൾ വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലത്തെ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നിങ്ങളുടെ രീതിയിൽ ലഭിച്ചത്. അപ്പൊ ഈ സപ്പോർട്ട് ഞാൻ ഫ്യൂച്ചറിലും എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളായ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ടിപ്പിലേക്ക് കിടക്കാണ്ട്. ഫസ്റ്റ് ടിപ്പ് എന്താണെന്നുണ്ടെങ്കിൽ, പബ്ജി കളിക്കുന്ന സമയത്ത് വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരിട്ടിട്ട് വാട്സപ്പ് ഫുള്ളായിട്ട് ഓപ്പൺ ആയി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു മിനിമൈസ് ചെയ്തിട്ട് വാട്സപ്പ് അറ്റ് എ ടൈം പബ്ജി കളിക്കുന്ന സമയത്ത് ഒരു സൈഡിലായിട്ട് മിനിമൈസ് ആയിട്ട് വരുന്ന രീതി എങ്ങനെയാണ് ഇനേബിൾ ചെയ്യുക. കുറേ പേർക്ക് അറിയായിരിക്കും, ബട്ട് കുറേ പേർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടിപ്പായിട്ട് അത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ സെറ്റിംഗ്സിൽ വരിക. സെറ്റിംഗ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ക്വിക്ക് റിപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അഡീഷണൽ ഫീച്ചേഴ്സിൽ വന്നതിന് ശേഷം ക്വിക്ക് റിപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഒരു മിനിറ്റ്, അഡീഷണൽ ഫീച്ചേഴ്സ് അല്ല, സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ക്വിക്ക് റിപ്ലൈ എന്നുള്ള കാര്യം. ഇതിൻ്റെ മീനിങ് ക്വിക്ക് റിപ്ലൈ ഇനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മീനിങ് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് വാങ്ങിച്ചു നോക്കുക. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്കിത് പറഞ്ഞിട്ടുള്ള ഈ കാണുന്ന ആപ്പുകളിൽ നിങ്ങൾക്ക് ഏതിലൊക്കെയാണോ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വന്ന, അല്ലെങ്കിൽ വീചാറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ വീചാറ്റിലൊക്കെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വീചാറ്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല, മീൻസ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്ന ഏതൊക്കെ ആപ്പുകളിൽ നമുക്കത് മിനിമൈസ് ആയിട്ട് വരണമെന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വേണ്ടെങ്കിൽ അതൊക്കെ ഇനേബിൾ ചെയ്യാം. ഞാൻ ഇനേബിൾ ചെയ്തത് പബ്ജി, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാ കാര്യങ്ങളാണ്. ഞാൻ എക്സാമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചു തരാം. നിങ്ങളവിടെ ഇനേബിൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ വരിക. ഞാൻ പബ്ജി കാണിക്കാതെ തന്നെ കുറച്ച് ടൈം എടുക്കും പബ്ജി ഓപ്പൺ ആയിട്ട് വരാനായിട്ട്. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഓപ്പണായി വന്നിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരിട്ട് വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജ് നമുക്ക് ഒരു ഇതായിട്ട് വന്നിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ ബാറായിട്ട് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് ബാക്കിലേക്ക് പോകാം. നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ക്ലോസ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോകട്ടെ. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മൊബൈൽ എങ്ങനെ കാണാതായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ മൊബൈൽ കിട്ടില്ല എന്ന് ഉറപ്പ് വന്നിരിക്കുക, നമ്മുടെ മൊബൈലിൽ അത്രത്തോളം പേഴ്സണൽ ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് ഇറേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഒരു പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉള്ള അഡീഷണൽ സെറ്റിംഗ്സിൽ പോവാം. അഡീഷണൽ സെറ്റിംഗ്സിൽ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഡിവൈസ് മാനേജ് ആപ്സ് എന്നുണ്ടായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇനേബിളാണ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണോ. നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻസ് ചോദിക്കും, ആക്റ്റീവ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പുകളായിട്ട് ചോദിക്കും പെർമിഷൻസ്. അത് നിങ്ങൾ ഇനേബിൾ ചെയ്യുക കേട്ടോ. കാണിച്ചു തരാം. 3-4 പെർമിഷൻസ് ചോദിക്കും. നമ്മുടെ മൊബൈലിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇത് ഉണ്ടാവും. യുവർ ഡിവൈസ് ഹാസ് ബീൻ റൈസ് ഇൻ ടു ദ ലോക്ക് സ്ക്രീൻ ആൻഡ് പാസ്വേഡ് മേ ബി റീസെറ്റ്. അപ്പോൾ ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് റൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പ് ത്രൂ നമ്മുടെ ഫൈൻഡ് മൈ ഡിവൈസ്, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി ഫൈൻഡ് മൈ ഡിവൈസിൽ കയറി കഴിഞ്ഞ ശേഷം അതിൻ്റെ ഉള്ളിൽ ഇറേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇറേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡാറ്റാസ് ഇറേസ് ആവണമെങ്കിൽ ഇത് ഇനേബിൾ ചെയ്തിരിക്കണം. നമുക്ക് ഇനി അടുത്ത ഫീച്ചറിലേക്ക് പോകട്ടെ. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സബിലിറ്റി മെനു ആണ്. നമുക്ക് ആക്സബിലിറ്റി മെനു എങ്ങനെ നമ്മുടെ ഹോം സ്ക്രീനിൽ നമ്മുടെ ജസ്റ്റേഴ്സിൽ കൊണ്ടുവരാം. അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അഡീഷണൽ സെറ്റിംഗ്സിൽ പോവുക കേട്ടോ. അഡീഷണൽ സെറ്റിംഗ്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആക്സസിബിലിറ്റിയുടെ ഉള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു മിനിറ്റ്, ദ ആക്സബിലിറ്റി മെനു എന്നുള്ള ഓപ്ഷൻ അത് നമ്മൾ ജസ്റ്റ് ഇനേബിൾ കൊടുക്കുക. അത് കഴിഞ്ഞാൽ അലോ കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ എക്സ്ട്രാ ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വിച്ച് ഓഫ് ആയിക്കോട്ടെ, സ്വിച്ച് ഓഫ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങളും 1 ടച്ചിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ടോഗിൾസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ, ജസ്റ്റ് 1 ക്ലിക്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പബ്ജി ലവർ ആണെങ്കിൽ പബ്ജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡീഷണൽ സെറ്റിംഗ്സ്. നമ്മൾ നേരത്തെ പോയ അഡീഷണൽ സെറ്റിംഗ്സിൽ ആക്സബിലിറ്റിയിൽ പോവുക. ആക്സബിലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഈ മാഗ്നിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ 3 ടാപ്പ് എന്നുള്ളത് ഇനേബിൾ ചെയ്യുക. ഇതുകൊണ്ടുള്ള യൂസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇൻ കേസ് സ്കോപ്പ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. സ്കോപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ സിമ്പിളായിട്ട് നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ സാധിക്കും. അതിന് ഞാൻ എക്സാമ്പിൾ ചെയ്യാം. 3 ടാപ്പ് സ്ക്രീനിൽ ഇത് ചെയ്യാം. നിങ്ങളുടെ എനിമി എവിടെയാണോ അവിടെ നിങ്ങൾ 3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ സൂം ആവും. നിങ്ങൾക്ക് ബാക്ക് വരണമെങ്കിൽ
വീണ്ടും തിരിച്ച് 3 വട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് വരും. ഇത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത് ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ആക്സസിബിലിറ്റി ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡിസേബിൾ ആവും. പിന്നെ നമുക്കൊരു കുഴപ്പമില്ല, പഴയ മാതിരി തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഗെയിമിങ് കഴിഞ്ഞ ശേഷം. അടുത്തൊരു കാര്യം തന്നെ കളർ കറക്ഷനാണ്. കളർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണുന്ന ടെസ്റ്റേഴ്സിൻ്റെ കളർ മാറ്റണം. കളർ മാറ്റണമെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇനേബിൾ കൊടുക്കാം. ജസ്റ്റ് ഇനേബിൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് കിടക്കട്ടെ. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുണ്ടല്ലോ, ഇൻ കേസ് നിങ്ങൾ ഹോട്ട്സ്പോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കോ വീട്ടിലുള്ള ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ ആ ഇടയിൽ കൂടെ ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ എത്ര സ്പീഡ് ഉണ്ടോ നമുക്കും പിടുത്തല്ല, അവർ എത്രത്തോളം വരിക്കും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ഫോൺ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ സൈഡിൽ വെച്ച് പോകും. ആ സമയത്ത് നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഡാറ്റാസ് ഇത്രക്ക് പോയതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്ന സിസ്റ്റം. അതിനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പോകേണ്ടത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു മിനിറ്റ് സിം ആൻഡ് ഇത് ഹോട്ട്സ്പോട്ടിലേക്കാണ്. പോർട്ടബിൾ ഹോട്ട്സ്പോട്ടിൽ പോയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് 1 ടൈം ഡാറ്റ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഇനേബിൾ കൊടുക്കുക കേട്ടോ. ഇനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഡാറ്റ ലിമിറ്റ് എത്രയാണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒരു 50 MB പോയാൽ മതിയോ, 100 MB കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 100 MB സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഇവിടെ ടേൺ ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡാറ്റാസ് പോകില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആ ലിമിറ്റ് കട്ടാവും അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് കട്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറേ പേര് നമ്മുടെ മൊബൈലിൽ നമ്മൾ കാണാതെ അല്ലെങ്കിൽ നമ്മൾ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ട്രിക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള ആഡ്സുകൾ എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന്. ആഡുകൾ ഇപ്പോഴും കുറേ പേർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. പ്രൈവസിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് പ്രൈവസിയുടെ ഓപ്ഷനിൽ പോവുക. പ്രൈവസിയുടെ ഓപ്ഷനിൽ ആഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന 2 ഓപ്ഷൻസ് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഇത് രണ്ടും നമ്മുടെ ഇതിലുള്ള പേഴ്സണലൈസ്ഡ് ആഡ്സും കാണിക്കുന്നതും പിന്നെ ട്രാഫിക് ആഡ്സിൻ്റെ ട്രാഫിക്കും കാണിക്കുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക ആഡ്സുകൾ വളരെ കുറയും. തീരെ വരില്ല എന്നല്ല, നല്ല രീതിയിൽ കുറവ് വരും. അടുത്ത ഫീച്ചർ എന്നോട് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒന്ന് ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അടിയിൽ പോക്കോ X2 എന്നൊക്കെ എഴുതി കാണിക്കില്ല, അവിടെ നമ്മുടെ പേര് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. അതിനാണ് നിങ്ങൾ സെറ്റിങ്സിൽ വരിക. നേരെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ വാട്ടർമാർക്ക് ഓടുന്നുണ്ടായിരിക്കുമല്ലോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം വാട്ടർമാർക്ക് എന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏതാണോ പേര്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേര് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഉണ്ടെങ്കിൽ ചാനലിൻ്റെ പേര് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോൻ്റെ അടിയിലായിട്ട് ഈ കാണുന്ന വാട്ടർമാർക്കിൻ്റെ ഒപ്പം നമ്മുടെ പേര്, അങ്ങനെ നമ്മുടെ പേരായിട്ട് വാട്ടർമാർക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേര് വലിയ രീതിയിലും നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആൾക്കാർക്ക് ആ ഫോട്ടോസൊക്കെ നമ്മുടെ പേരിലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ പേരുകൾ ആഡ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിപ്സ് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.